അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തഅലീമുസ് സുഗ്റ ബിശർഹി അജ്നാസിസ് സുഗ്റ, ദർസ് 27. ആദ്യം അജ്നാസുസ് സുഗ്റ മാത്രം നോക്കുക. വ ഇസ്സാഖല, യസ്സാഖലു, ഇസ്സാഖുലൻ, ഫഹുവ, മുസ്സാഖിലുൻ, വ ഉസ്സൂഖില, യുസ്സാഖലു, ഇസ്സാഖുലൻ, ഫഹുവ മുസ്സാഖലുൻ. അൽ അംറു മിൻഹു ഇസ്സാഖൽ വന്നഹിയു ലാ തസ്സാഖൽ. ഇനി ഇസ്സാഖല എന്നതിൻ്റെ അർത്ഥങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ആ അർത്ഥങ്ങൾ തെറ്റുകൂടാതെ നിങ്ങൾ നോട്ട്ബുക്കിൽ തീർച്ചയായും എഴുതി വെക്കണം, അല്ലെങ്കിൽ മറന്നുപോകും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഫിഅലുകളുടെ അർത്ഥങ്ങളും എഴുതി വെക്കണം. എന്നിട്ട് താരതമ്യം ചെയ്ത് പഠിക്കണം. ഇസ്സാഖല, അത് ഘനീഭവിച്ചു, അത് പറ്റി നിന്നു. ഇസ്സാഖല എന്ന ഫിഅലിന് ശേഷം ഇല എന്ന ഹർഫ് ഉണ്ടെങ്കിൽ അത് പറ്റി നിന്നു എന്ന അർത്ഥം ഉണ്ടാകും. ഒന്നുകൂടി വ്യക്തമായി പറയാം. ഇസ്സാഖല ഇല, അത് പറ്റി നിന്നു. ഇസ്സാഖല, അത് ഘനീഭവിച്ചു. ഇസ്സാഖല, അവൻ കനം തൂങ്ങി, അത് കനം തൂങ്ങി. അവൻ താനെ അമർന്നുപോയി, അത് താനെ അമർന്നുപോയി. അവൻ ആലസ്യത്താൽ നിലം പറ്റി, അത് ആലസ്യത്താൽ നിലം പറ്റി. അവൻ ചടഞ്ഞുകൂടി, അത് ചടഞ്ഞുകൂടി. അവൻ ആശ്രയിച്ചു, അത് ആശ്രയിച്ചു. ഇസ്സാഖല എന്നതിൻ്റെ അനേകം അർത്ഥങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ഇവ നിങ്ങൾ തീർച്ചയായും എഴുതി വെക്കുക. ഇസ്സാഖല ഇല എന്നതിൻ്റെ അർത്ഥവും കേട്ടില്ലേ? അതും എഴുതി വെക്കുക. ഇനി നിങ്ങൾ യസ്സാഖലു, യസ്സാഖലു ഇല, ഇസ്സാഖുലൻ, ഇസ്സാഖുലൻ ഇല, മുസ്സാഖിലുൻ, മുസ്സാഖിലുൻ ഇല, ഉസ്സൂഖില, ഉസ്സൂഖില ഇല, യുസ്സാഖലു, യുസ്സാഖലു ഇല, ഇസ്സാഖുലൻ, ഇസ്സാഖുലൻ ഇല, മുസ്സാഖലുൻ, മുസ്സാഖലുൻ ഇല, ഇസ്സാഖൽ, ഇസ്സാഖൽ ഇല, ലാ തസ്സാഖൽ, ലാ തസ്സാഖൽ ഇല എന്നിവയുടെയും ഇനി മറ്റു രൂപങ്ങൾ ഏതെല്ലാം ഉണ്ടോ അവയുടെയും അർത്ഥങ്ങൾ ചിന്തിച്ച് കണ്ടെത്തുകയും
അവ എഴുതി വെക്കുകയും ചെയ്യണം. എഴുതി വച്ചില്ലെങ്കിൽ ഭാവിയിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ എഴുതി വെക്കണം. ഇത് കൃത്യമായി പറയാൻ സാധിക്കണമെങ്കിൽ എഴുതി വെച്ച് പഠിക്കണം. അല്ലെങ്കിൽ അത്രയും കൂടുതൽ ഓർമ്മശക്തി വേണം. ഓർമ്മശക്തിയുള്ള ആളുകൾക്ക് പോലും ഇവയുടെ അർത്ഥങ്ങൾ പറയുമ്പോൾ ചെറിയ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ എഴുതി വെച്ച് കൃത്യമായി പഠിച്ചു ഉറപ്പിക്കണം. എന്നിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ അർത്ഥങ്ങൾ പറയണം. ഇനി മത്നും ഷർഹും കൂടി നോക്കുക. ഷർഹ് തഅലീമുസ് സുഗ്റ വസ്സാനി, രണ്ടാമത്തത് തഖൂലു, താങ്കൾ പറഞ്ഞോളൂ. തഖൂലു, താങ്കൾ പറയും എന്ന അർത്ഥമുണ്ട്. ഇവിടെ തഖൂലു, താങ്കൾ പറഞ്ഞോളൂ എന്ന അർത്ഥം നല്ല യോജിപ്പുണ്ട്. ഫീ നഹ്വി തസാഖല, തസാഖല പോലുള്ളതിൽ, ഇസ്സാഖല, ഇസ്സാഖല എന്ന്. തഖൂലു ഫീ നഹ്വി തസാഖല ഇസ്സാഖല, തസാഖല പോലുള്ളതിൽ താങ്കൾ ഇസ്സാഖല എന്ന് പറഞ്ഞോളൂ. അസ്ലുഹു, ഇതിന്റെ പൂർവരൂപം, ഇസ്സാഖല എന്നതിന്റെ പൂർവരൂപം തസാഖല, തസാഖല എന്നാണ്. ഇസ്സാഖല എന്നതിന്റെ പൂർവരൂപം തസാഖല എന്നാണ്. തസാഖല എന്നതിന്റെ അർത്ഥങ്ങൾ ഏവ? തസാഖല എന്നതിന് സ്വാറ സഖീലൻ എന്നതിന്റെ അർത്ഥങ്ങൾ ഉണ്ട്. തസാഖല, അത് ഭാരിച്ചതായി തീർന്നു, അത് ബുദ്ധിമുട്ടായി തീർന്നു. ഇനി നിങ്ങൾ യതസാഖലു, തസാഖുലൻ തുടങ്ങിയവയുടെ അർത്ഥങ്ങൾ ചിന്തിച്ച് കണ്ടെത്തുകയും എഴുതി വെക്കുകയും ചെയ്യണം. തസാഖല എന്നതിനെ ഇസ്സാഖല എന്ന് ആക്കാൻ കാരണം എന്താണ്? ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാരണം പറയാം. എന്നാൽ ഇപ്പോൾ തസാഖല എന്ന് ഉപയോഗിക്കാറില്ലേ? ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ തഫാഅല യതഫാഅലു, തഫാഉലൻ വസ്നിലുള്ള തസാഖല യതസാഖലു, തസാഖുലൻ എന്നും ഉപയോഗിക്കാറുണ്ട്. തസാഖല എന്നതിന്റെ അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. തസാഖല എന്നതിൻ്റെയും ഇസ്സാഖല എന്നതിൻ്റെയും അർത്ഥങ്ങൾ വ്യത്യാസമുണ്ട്. തസാഖല എന്നതിന് വേറെയും അർത്ഥങ്ങളുണ്ട്. അവയും എഴുതി വെച്ചോളൂ. തസാഖല എന്നതിന് തബാത്വഅ എന്നതിൻ്റെ അർത്ഥങ്ങളും ഉണ്ട്. തബാത്വഅ എന്നതിൻ്റെ അർത്ഥങ്ങൾ ഏതെല്ലാം? എഴുതി വെക്കുക. തസാഖല എന്നതിനും
തബാത്വഅ എന്നതിനും ഇനി ഞാൻ പറയുന്ന അർത്ഥങ്ങളുണ്ട്. അത് ആലസ്യത്തിലായി, അവൻ ചുണകെട്ടവനായി, അവൻ ഉദാസീനത കാട്ടി, അത് തീരെ മന്ദീഭവിച്ചു. തസാഖല എന്നാണ് പൂർവരൂപം. പിന്നീട് അതിനെ ഇസ്സാഖല എന്നാക്കി. ലമ്മാ കാന ഫാഉ തഫാഅല, തഫാഅലയിലെ ഫാ. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് തഫാഅല വസ്നിലുള്ള തസാഖലയിലെ ഫാ എന്നാണ്. ഫാ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഫാഉൽ ഫിഇല്, ഫിഇലിലെ ഫാ എന്നാണ്. ഫിഇലിലെ ഫാഇന്റെ സ്ഥാനത്തുള്ളത്. തസാഖല എന്ന ഫിഇലിൽ ഫാഇന്റെ സ്ഥാനത്തുള്ളത് ആയപ്പോൾ സാഅൻ, സാ. തഫാഅല വസ്നിലുള്ള തസാഖല എന്ന ഫിഇലിലെ ഫാഇന്റെ സ്ഥാനത്തുള്ള ഹർഫ് സാ ആയപ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. തഫാഅല, തസാഖല. തഫാഅല എന്നതിലെ ഫാഇന്റെ സ്ഥാനത്ത് തസാഖല എന്നതിൽ സാ അല്ലേ ഉള്ളത്. അങ്ങനെ സാ ആയപ്പോൾ ഖുലിബത് താഉഹു, അതിലെ താ മറിക്കപ്പെട്ടു. തസാഖല എന്നതിലെ താ മറിക്കപ്പെട്ടു. സാഅൻ, സാ ആയി. അപ്പോൾ തസാഖല എന്നത് എന്തായി? സസാഖല എന്നായി. സുമ്മ പിന്നെ, ഉദ്ഗിമത് അത് ഇദ്ഗാം ചെയ്യപ്പെട്ടു. സസാഖല എന്നതിലെ സ എന്നതിനെ ഇദ്ഗാം ചെയ്യപ്പെട്ടു. ഏതിൽ? ഫിസ്സാ ഇസ്സാനി, രണ്ടാം സായിൽ. തസാഖല എന്നതിലെ തസാഖല എന്നതിനെ സസാഖല എന്നാക്കി. സസാഖല എന്നതിലെ സ എന്നതിനെ സാ എന്നതിൽ ഇദ്ഗാം ചെയ്യപ്പെട്ടു. വജ്തുലിബത് കൊണ്ടുവരപ്പെടുകയും ചെയ്തു. ഹംസത്തുൽ വസ്ലി, വസുലിന്റെ ഹംസ. വസുലിന്റെ ഹംസ കൊണ്ടുവരപ്പെടാൻ എന്താണ് കാരണം? ലിതഅസ്സുരിൽ ഇബ്തിദാഇ ബിസ്സുകൂനി, സുകൂൻ കൊണ്ട് ആരംഭിക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട്. സുകൂൻ കൊണ്ട് ആരംഭിക്കൽ ബുദ്ധിമുട്ടാണ്. അതിനാൽ വസുലിന്റെ ഹംസ കൊണ്ടുവരപ്പെടുകയും ചെയ്തു. ഫസ്വാറ, അപ്പോൾ അത് ആയിത്തീർന്നു. ഏത് ആയിത്തീർന്നു? തസാഖല എന്നത് ആയിത്തീർന്നു. ഇസ്സാഖല, ഇസ്സാഖല എന്ന്. വമുളാരിഉഹു, അതിന്റെ മുളാരി',
യസ്സാഖലു. യസ്സാഖലു എന്നാണ്. മസ്ദർ ഏതാണ്? ഇസ്സാഖുലൻ. ഇനി അടുത്ത് നോക്കൂ. ഫഹുവ മുസ്സാഖിലുൻ വ ഉസ്സൂഖില യുസ്സാഖലു ഇസ്സാഖുലൻ ഫഹുവ മുസ്സാഖലുൻ. അൽ അംറു ലിൽ ഹാദിരി മിൻഹു ഇസ്സാഖൽ. ബിഫത്ഹിൽ ഖാഫി, ഖാഫിന് ഫത്ഹ് കൊണ്ട്. വൽ ഗായിബു മിൻഹു, അതിൽ നിന്നുള്ള ഗായിബ്. ലിയസ്സാഖൽ, ലിയുസ്സാഖൽ. വന്നഹിയു ലിൽ ഹാദിരി മിൻഹു ലാ തസ്സാഖൽ ബിഫത്ഹിൽ ഖാഫി വൽ ഗായിബു മിൻഹു ലാ യസ്സാഖൽ ലാ യുസ്സാഖൽ. ഇനി നിങ്ങൾ ഇസ്സാഖല എന്ന ഫിഇലുമായി ബന്ധപ്പെട്ട അനേകം പ്രയോഗങ്ങൾ പഠിക്കണം. ഇവയുമായി ബന്ധപ്പെട്ട ചില ഫിഇലുകൾ പറഞ്ഞു തരാം. സഖല യസ്ഖുലു സഖ്ലൻ. സഖല, അവൻ ഭാരം നോക്കി, അവൻ തൂക്കം കണക്കാക്കി. സഖുല യസ്ഖുലു സഖാലത്തൻ വസിഖലൻ. സഖുല, അത് ഭാരമുള്ളതായി, അത് കനം തൂങ്ങി. അസ്ഖല യുസ്ഖിലു ഇസ്ഖാലൻ. അസ്ഖല, അവൻ ഭാരമാക്കി, അവൻ ബുദ്ധിമുട്ടിച്ചു, അവൻ ഞെരുക്കി, അവൻ പീഡിപ്പിച്ചു, അത് അസഹനീയമായി, അത് വഹിക്കാനാവാത്തതായി. സഖല യുസഖിലു തസ്ഖീലൻ. സഖല, അവൻ ഭാരിച്ചതാക്കി, അവൻ കനത്തതാക്കി, അവൻ വിഷമകരമാക്കി. ഇസ്തസ്ഖല യസ്തസ്ഖിലു ഇസ്തിസ്ഖാലൻ. ഇസ്തസ്ഖല, അത് ഭാരമുള്ളതായി തീർന്നു, അവൻ ഭാരമുള്ളതായി ഗണിച്ചു, അവൻ വിഷമകരമായി കരുതി. ഇനി നിങ്ങൾ ഇജ്തലബ യജ്തലിബു ഇജ്തിലാബൻ എന്നിവയുടെ വിവിധ രൂപങ്ങൾ പഠിക്കണം. അൽ വസ്ലി എന്ന് നിങ്ങൾ കണ്ടല്ലോ. വസുലുൻ, വസ്വല, യസ്വിലു, ഇവയുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ പഠിക്കണം. ലി തഅസ്സുരി എന്ന് കണ്ടല്ലോ. തഅസ്സുറുൻ, തഅസ്സുറൻ, തഅസ്സുരിൻ. ഇവിടെ ലി തഅസ്സുരിൽ ഇബ്തിദാഇ എന്നാണ്. തഅസ്സറ, യതഅസ്സറു, തഅസ്സുറൻ എന്നിവയുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ പഠിക്കണം. മുളാരിഉൻ എന്ന് കണ്ടല്ലോ.
മുളാരിഉഹു എന്നാണ് ഇവിടെ ഉള്ളത്. ളാറഅ യുളാരിഉ മുളാറഅതൻ മുളാരിഉൻ എന്നിവയുടെ വിവിധ അർത്ഥങ്ങൾ പഠിക്കണം. അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. ലിൽ ഹാദിരി എന്ന് കണ്ടല്ലോ, ഹാളിറുൻ, ഹളറ എന്നിവയുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ പഠിക്കണം. വൽ ഗായിബു എന്ന് കണ്ടല്ലോ, ഗായിബുൻ, ഗാബ, യഗീബു എന്നിവയുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ പഠിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫിഇൽ കണ്ടാലും ഒരു ഇസ്മ കണ്ടാലും അവയുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ അന്വേഷിച്ച് പഠിക്കേണ്ടതുണ്ട്. ഒരു ഫിഇൽ കണ്ടാൽ ആ ഫിഇലിന്റെ മാളി, മുളാരി, മസ്ദർ, ഇസ്ം ഫായിൽ തുടങ്ങിയവ പഠിക്കണം. ആ ഫിഇലിന്റെ വസ്ന് പഠിക്കണം. അത് മറ്റൊരു വസ്നിലാണെങ്കിൽ എന്തെല്ലാം അർത്ഥങ്ങൾ ഉണ്ടാവും അത് പഠിക്കണം. അതിന്റെ ഏതെല്ലാം വസ്നുകൾ പ്രയോഗത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരു ഇസ്മ കണ്ടാൽ അത് മുഫ്രദാണോ തസ്നിയാണോ ജം ആണോ എന്ന് മനസ്സിലാക്കണം. ആ ഇസ്മ ഏതെല്ലാം ഫിഅലുകളുമായി ബന്ധമുണ്ട് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം. ഇങ്ങനെ അനേകം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ നിലക്ക് അജ്നാസ് സൂറയും അജ്നാസുൽ കുബ്രയും നന്നായി ചിന്തിച്ച് പഠിക്കണം. അപ്പോഴാണ് ഭാവിയിൽ നന്നായി കിതാബ് തിരിയുക. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയം നൽകട്ടെ. അല്ലാഹു തആല നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.